ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 8 ആരംഭിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ബിഗ് ബോസിൻ്റെ 100 ദിവസത്തെ എപ്പിസോഡ് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടി പരസ്യവും കുറച്ചും കൂടി TRP എന്നൊക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കും അവരിപ്രാവശ്യം അഗ്നി പരീക്ഷ എന്നൊരു പരിപാടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കോമണേഴ്സിൽ നിന്ന് ആരൊക്കെ ബിഗ് ബോസിലേക്ക് വരണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി അവിടെ ഒരു റിയാലിറ്റി ഷോ എക്സ്ട്രാ ഒരു സാധനം ആഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇന്ന് മുതൽ ഓഗസ്റ്റ് 15 മുതൽ ആരംഭിക്കാനിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പരിപാടി എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഈ ചാനലിൽ നമ്മൾ ബിഗ് ബോസ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ, അതായത് സീസൺ 7 അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാതെ പുതുതായി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. കാരണം സീസൺ 7 അവസാനിച്ചിട്ട് ഇത്രയും മാസങ്ങളായി നമ്മൾ ഒരുപാട് കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഈ ചാനൽ, അതായത് സിൽമ ടോക്സ് എന്ന് പറയുന്ന ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രെയിലർ റിയാക്ഷൻ ആയിരുന്നു നമ്മുടെ മെയിൻ ഒരു കോണ്ടൻറ്റ്. അതിനുശേഷം നമ്മൾ പതുക്കെ ഉണ്ണി വ്ളോഗ്സ് ഇനി ഫയലിലിട്ടിരിക്കുന്ന പല പൊളിറ്റിക്കൽ കോണ്ടൻറ്റ് നമ്മൾ ഈ ചാനലിലേക്ക് മാറ്റി തുടങ്ങി. അതിൻ്റെ കൂടെ ബിഗ് ബോസ് വന്നപ്പോൾ ഞാൻ ശ്രുതി ഇരുന്ന് ചർച്ച ചെയ്തെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചെയ്ത് നോക്കി, അതിന് നല്ലൊരു റിസപ്ഷൻ കിട്ടി. മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ടാണെങ്കിലും ആളുകൾ നമ്മൾ പറയുന്ന കാര്യത്തെ മനസ്സിലാക്കി ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് വളരാനും ഒക്കെ സഹായിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ബിഗ് ബോസ് സീസൺ 7 അനാലിസിസ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ആ സീസൺ കഴിഞ്ഞു, അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് അന്ന് നമ്മളും ബിഗ് ബോസിൻ്റെ അനാലിസിസ് വീഡിയോസ് നിർത്തി. അതിനുശേഷം മറ്റ് കണ്ടൻറ്റുകളുമായിട്ട് പോയി. ഇപ്പം നമുക്ക് അതല്ലാതെ ബിഗ് ബോസ് കണ്ടു വന്നിട്ടുള്ളവരല്ലാതെ വേറെയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണയും ബിഗ് ബോസ് സീസൺ 8 അനാലിസിസ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനല്ല നോക്കുന്നത്. ഇതിനെ ഒരു ഗെയിമായി കാണുന്ന ഒരു കമ്മ്യൂണിറ്റി. ഞാനും ശ്രുതിയും ഒരുമിച്ചിരുന്ന് ബിഗ് ബോസ് കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പോൾ ഗെയിം ഇങ്ങനെയാണ് പോകുന്നത്, ഇന്ന ആളുടെ ഗെയിം ഇങ്ങനെ മാറും, ഇതിങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്ന, ഇതിനെ ട്രൂലി ആ ഗെയിം എന്ന് പറയുന്ന കോർ എലമെൻറ്റിനെ മാത്രം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിലൂടെ സംസാരിക്കും. പക്ഷേ അത് ഇന്ന ആൾ മോശമാണ്, ഇന്ന ആൾ നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ മാറ്റി നിർത്തി ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു പരിപാടിയല്ല. ഈവൻ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഞങ്ങൾ അത്തരം ഹെയ്റ്റ് സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 അനാലിസിസ് വീഡിയോസിൽ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലെയർ അല്ല അനുമോൾ എന്ന് പറയുന്നത്. അനുമോളെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ താഴെ അനുമോളെക്കുറിച്ചും മോശം പരാമർശങ്ങൾ വന്ന സാഹചര്യങ്ങളിൽ ആ കമൻ്റ് അടക്കം നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഗെയിമാണ്. ഗെയിമിനകത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. പേഴ്സണൽ അറ്റാക്കിലേക്ക് പോകാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. ഇപ്രാവശ്യവും കമൻറ്റ് ബോക്സ് അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും. ഈ സീസൺ അനാലിസിസിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ ആദ്യമേ ക്ലിയർ ചെയ്യുകയാണ്. ഒരു എപ്പിസോഡിനെ കുറിച്ച്, അതായത് 100 ദിവസത്തെ ബിഗ് ബോസ് സീസണിൽ നമ്മൾ ഒരു എപ്പിസോഡിനെ കുറിച്ച് ഒരു വീഡിയോയെ ചെയ്യുള്ളൂ. കുറേ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു BB 1, 2, 3 മാത്രമല്ല BB+ ഉണ്ട്, പിന്നെ അവരല്ലാതെ ഇടുന്ന ക്ലിപ്പുകളുണ്ട്, നിങ്ങൾക്ക് അതും കൂടി കണ്ട് മനസ്സിലാക്കി കൂടെ, അനാലിസിസ് ചെയ്തൂടെ. ഓൺ എ മോണിറ്ററി ബെനിഫിറ്റ് സൈഡ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിനൊരു ഗെയിമായി മാത്രം നോക്കി കാണണമെങ്കിൽ ഏഷ്യാനെറ്റ് നമുക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കിട്ടുന്ന ആ എപ്പിസോഡ് മാത്രം കാണുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇതിനകത്തേക്ക് ഒരുപാട് ഇൻഡെപ്ത് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഒരു എപ്പിസോഡേ നമ്മൾ കാണുള്ളൂ. ആ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ഒരു വീഡിയോയെ നമ്മൾ ചെയ്യുള്ളൂ. 2, ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കുറിച്ച് അവർ ബിഗ് ബോസിൽ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നാട്ടുകാർ ഇവരുടെ പല വിവരങ്ങളും പൊക്കി എടുത്തുകൊണ്ട് വരും. അങ്ങനെ റിയാക്ട് ചെയ്ത് ജീവിക്കുന്ന ആളുകളും ഉണ്ട്. അതായത് ഇവരുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അമ്മ ഇങ്ങനെയായിരുന്നു, ഇയാൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, ഇവൻ്റെ അപ്പൂപ്പൻ ഇത്തരക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരം ഡാറ്റയൊക്കെ ഞങ്ങളുടെ ഈ കിട്ടി എന്ന് പറഞ്ഞ് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് പോലെ അവതരിപ്പിക്കും. നമ്മൾ ആ പരിപാടി ഒന്നും ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ ചെയ്യുന്നത് ആ ഗെയിമിൽ അവരെന്ത് പെർഫോം ചെയ്യുന്നു എന്നുള്ള അനാലിസിസ് മാത്രമായിരിക്കും. പിന്നെ പുതുതായി വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനോടാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ബിഗ് ബോസ് ഇഷ്ടമായിരിക്കും, ചിലപ്പം ബിഗ് ബോസ് എന്ന് കേൾക്കുന്നതേ വെറുപ്പായിരിക്കും. സോ ആ ഒരു കോണ്ടൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോയെ ഒരു ദിവസം ചെയ്യുള്ളൂ. അല്ലാതെയുള്ള നമ്മുടെ മറ്റ് കോണ്ടൻറ്റ് പരിപാടികളെല്ലാം നമ്മൾ ചാനലിൽ തുടരും. അത് നിർത്തിയിട്ട് ബിഗ് ബോസ് മാത്രമാക്കുക എന്ന് പറയുന്ന പരിപാടി അല്ല ചെയ്യുന്നത്. പിന്നെ തേഴ്സ്ഡേ, ഫ്രൈഡേ, ചിലപ്പോൾ സാറ്റർഡേ, ഈ 3 ദിവസത്തെ എപ്പിസോഡ് അനാലിസിസ് വരാൻ കുറച്ച് ലേറ്റ് ആവും. കാരണം ഉണ്ണി വ്ളോഗ്സ് ഇനി ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മൂവി റിവ്യൂ വീഡിയോസാണ് നമ്മുടെ മെയിൻ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ സിനിമ റിലീസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഉറക്കം കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 3 ദിവസങ്ങളിലെ എപ്പിസോഡ് അനാലിസിസ് ചിലപ്പോൾ വൈകിയേക്കാം. പരമാവധി കൃത്യമായി തന്നെ അത് ചെയ്തു പോകാൻ നമ്മൾ ശ്രമിക്കും, ചിലപ്പോൾ വൈകിയേക്കാം. പിന്നെ ബിഗ് ബോസ് എന്ന് തീരുന്നു, ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എന്നാണോ
അന്ന് നമ്മുടെ ഗെയിം അനാലിസിസ് പരിപാടിയും നിൽക്കും. അല്ലാതെ അത് കഴിഞ്ഞിട്ട് അവരവിടെ പോയത് കണ്ടോ, ഇവിടെ പോയത് കണ്ടോ, അപ്പുറത്ത് പറഞ്ഞതൊക്കെ കേട്ടോ എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ ചെയ്യില്ല. പക്ഷേ ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് അതിനുശേഷം പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും വിമർശിക്കേണ്ടുന്നതാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ റീൽ റിയാക്ഷൻ പോലെയുള്ള കണ്ടന്റിൽ ഇപ്പം ഇന്ന ആൾ ഇവിടെ പോയി ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഒരു റീൽ വന്നു, അത് നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷേ ബിഗ് ബോസ് ഗെയിം അനാലിസിസ് എന്ന് പറയുന്ന പരിപാടി, ആ കണ്ടസ്റ്റൻസിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന പരിപാടി ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എന്നാണോ കഴിയുന്നത് അന്ന് നമ്മൾ നിർത്തും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗെയിം അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മാന്യമായി ഗെയിം കളിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാർ, അതിപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും, മാന്യമായി കൃത്യമായി തൻ്റെ ഗെയിം കളിക്കുന്നു, മറ്റുള്ളവനെക്കുറിച്ച് മോശം പറഞ്ഞ് പ്രചരിപ്പിക്കുക, അനാവശ്യമായ മാനിപ്പുലേഷൻ പരിപാടികൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലാതെ ഡീസൻ്റായി ഗെയിം കളിക്കുന്ന ആൾക്കാരും നമുക്ക് തോന്നില്ലേ? അങ്ങനെ നമ്മൾ വിലയിരുത്തുന്ന ആളുകൾ അവർ ജയിക്കില്ല. കാരണം ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഷോയുടെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാകുന്നതൊക്കെ വളരെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന, ഒരു ലക്ക് ലഗാനും ഇല്ലാതെ ഒരു മാന്യതയും ഇല്ലാതെ ഗെയിം കളിക്കുന്ന ആളുകൾക്കാണ്. പക്ഷേ അവർ മാത്രം ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് മാറിയിട്ട് ഈ ഗെയിമിൽ ഈ പെർട്ടിക്കുലർ എപ്പിസോഡിൽ ഇങ്ങനൊരു സൈഡ് കൂടി ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലെയർ ഒരുപാട് ഫാൻസ് ഉണ്ട്, ഭയങ്കര മോശമായിട്ട് കളിക്കുന്നു, ആ എപ്പിസോഡിൽ അയാളാണ് നിറഞ്ഞു നിൽക്കുക. പക്ഷേ ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കരുനീക്കങ്ങളുണ്ടാകും, നല്ല ഗെയിം സ്ട്രാറ്റജീസ് ഉണ്ടാകും. അത് പിക്ക് ചെയ്യുക, അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും, ഞാനും ശ്രുതിയും ഒരുമിച്ചിരുന്ന് ഈ വീഡിയോ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനൊരു ഗെയിമായി തന്നെ വിലയിരുത്താൻ പറ്റുന്നതും അതിനെക്കുറിച്ച് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതും. ആക്ച്വലി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ്സ് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇവിടെ PR എന്ന് പറയുന്നൊരു പരിപാടി അതിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത്. ഷോയ്ക്കകത്ത് ഒരുപാട് ടോക്സിക് എലമെൻറ്റ്സ് ഉണ്ട്, അത് നിൽക്കുന്നതിൻ്റെ കൂടെ ഈ PR ഭയങ്കര പീക്ക് ലെവലിലാണ്. ഈവൻ നമ്മൾ കമൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ, ചില എഴുത്തുകൾ വായിക്കുമ്പോൾ, വീഡിയോസ് കാണുമ്പോൾ, അവിടെയൊക്കെ ഈ ഹെയ്റ്റാണുള്ളത്. നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അടിച്ചു താഴ്ത്താൻ വേണ്ടിയും PR ഓടി വരും. PR ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന സമയം ഈ മത്സരം നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ആദ്യത്തെ 1-2 ആഴ്ച അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇത് അതിൻ്റെ പീക്കിലേക്ക് പോകും. ആ സമയത്ത് റിയാക്ട് ചെയ്യുക, കണ്ടൻറ്റുകളൊക്കെ ഇങ്ങനെ കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. മാത്രമല്ല ഈ കണ്ടസ്റ്റൻസ് വിളിച്ച് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് ട്രിഗറിങ് ആയിരിക്കും. ഒരു എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2-3 നമ്മൾ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ ഒരു ഷോയാണ് അടുത്ത 100 ദിവസം നമ്മൾ കാണാനിരിക്കുന്നത്. അതായത് 100 എപ്പിസോഡ്സ് ഉണ്ട്. ഈ 100 ദിവസവും നമ്മൾ ഇത്രയും ട്രിഗറിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂസ് കേൾക്കുന്ന ഒരു ലൂപ്പിനകത്തിരിക്കുക എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായി ബാധിച്ചേക്കാം. നിങ്ങൾക്കെപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നു എന്ന് തോന്നുന്നോ അപ്പോൾ ഈ പരിപാടി നിർത്തുക. ഞങ്ങളും നിർത്തും. എനിക്കോ ശ്രുതിക്കോ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ നമ്മൾ ഈ പരിപാടി നിർത്തും. അതിൽ വേറെ വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും തരില്ല, അത് ആദ്യമേ പറയുകയാണ്. കാരണം അവനവൻ്റെ മെൻ്റൽ ഹെൽത്തിന് മുകളിൽ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഞങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും. ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഈ സമൂഹത്തിൽ ഇന്നും നമ്മൾ പഠിപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും മാറിയിട്ടില്ലാത്ത ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്, ഒരുപാട് നല്ല വശങ്ങളുമുണ്ട്. ഇതെല്ലാം ബിഗ് ബോസ് ഷോയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് എല്ലാവർക്കും ഇപ്പോൾ അറിയാലോ, എല്ലാവരും ഭയങ്കര വിവരമുള്ള ആൾക്കാരായി മാറിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തമ്മിൽ എന്ന് പറയുന്ന ഒരു ടോക്ക് ഷോയിൽ സെയിം ടോപ്പിക് എടുക്കുന്നത്, വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അവിടെ കാലഹരണപ്പെട്ടു നമ്മൾ വിചാരിച്ച എല്ലാ ചിന്തകളും വന്നു. അതാണ് അവിടെ ഏറ്റവും കൂടുതൽ എക്കോ ചെയ്യപ്പെട്ട് കമൻറ്റ് ബോക്സിലും ആഘോഷിക്കപ്പെടുന്നത് അതാണ്. കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചു ആ ടോക്ക് ഷോയെക്കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്യണമെന്ന്. കാര്യമില്ല, ഒന്ന് TRPക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല. TRP കിട്ടാൻ മണ്ണ് വാരിത്തിനാണെങ്കിൽ അതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ റിസൾട്ട് ഉണ്ടാകുന്നില്ല. പിന്നെ പറയാനുള്ളത് ചാനലിൽ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ നിലനിൽക്കുന്ന കുറേ പുഴുക്കത്തുകളില്ലേ, ഇതൊക്കെ നമ്മൾ ബിഗ് ബോസിലും കാണും. മാത്രമല്ല ആ ഗെയിം ഷോയുടെ അത് നമ്മളെ സൈക്കോളജിക്കലി ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൽ നമുക്കിഷ്ടമുണ്ടാകുന്ന ഒരാളില്ലേ, ആ ആൾ ആക്ച്വലി നമ്മളാണെന്ന് നമ്മൾ വിചാരിക്കും. നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റും എവിടേക്ക് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് X എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ അയാളോട് ആരെങ്കിലും മോശമായി പെരുമാറുമ്പോൾ അത് എന്നോടാണ് പെരുമാറുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് ഈ ഹെയ്റ്റ് ഭീകരമാകുന്നത്. ആ ആൾ ഒരുപാട് വൃത്തികേടുകൾ ഷോയിൽ വിളിച്ചു പറയുമ്പോഴും അയാൾക്ക് ഒരുപാട് പബ്ലിക് സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലും തോന്നും ഇതൊക്കെ നോർമലാണെന്ന്. അയാളെക്കുറിച്ച് മോശം പറയുന്നവരെയൊക്കെ നമ്മൾ ആക്രമിക്കാൻ നടക്കും. മാത്രമല്ല
ഈ ലൗഡ് നോയ്സസ്, അതായത് ഞാനാണെന്ന് ഞാൻ കരുതുന്ന ആൾക്ക് ചുറ്റും ഇത്രയും ലൗഡ് നോയ്സ് ഉണ്ട്, അതിനൊക്കെതിരെ ശക്തിയിൽ പ്രതികരിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്തേക്കാം. ആക്ച്വലി നമ്മളോട് നിരുപദ്രവകരമായി പറയുന്ന ഒരു തമാശയ്ക്ക് പോലും നമ്മൾ മോശമായി റിയാക്ട് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക്, ലൗഡായിട്ട് ഷൗട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ഇങ്ങനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മറ്റൊന്ന്, ആരാധകരാവാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ഉൾക്കൊള്ളുക. നമ്മൾ ഈ ഷോയിൽ കാണുന്ന ആൾക്കാർ അവർ ആ ഷോയിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും അവർ വേറെ തന്നെയാണ്. ഇപ്പോൾ ആ ഷോയിൽ നമ്മൾ എത്രയോ കുലസ്ത്രീകളെ കണ്ടിരിക്കുന്നു. ഞാൻ പാർട്ടിക്കൊന്നും പോവില്ല, ഈ ചെറിയ നിക്കറൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് നടക്കുക, പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുള്ളൂ, പാർട്ടി വെയർ എനിക്ക് പറ്റില്ല. ഇതെല്ലാവരുടെയും വസ്ത്രസ്വാതന്ത്ര്യമാണ്. പക്ഷേ ഷോയ്ക്കകത്ത് ഞാൻ ഇതിനൊക്കെ എതിരാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. സോ ആ ഷോയിലിരിക്കുമ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ആ ഒരു ക്യാരക്ടർ പരിപാടി ഒരുപാട് ആൾക്കാർ, അതിനകത്തുണ്ടായിരുന്ന ഈ കയ്യടി വാങ്ങിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ അടി വാങ്ങേണ്ട ആളുകളായി മാറിയിട്ടുണ്ട്. സോ നമ്മളതൊന്ന് മനസ്സിലാക്കുക, അകത്തൊരു ക്യാരക്ടറാണ്. അതിനെ അങ്ങ് ആരാധിച്ച് ആ മനുഷ്യൻ്റെ പാതാരവിന്ദങ്ങൾ പുൽകാൻ വേണ്ടി ഇങ്ങനെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല പരിപാടി ലാലേട്ടനെ പോലെ ഈ ഷോ കാണുക എന്നുള്ളതാണ്. ലാലേട്ടന് ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന കുരുത്തക്കേടും വൃത്തികേടും ഒക്കെ ആ മനുഷ്യനറിയാം. പക്ഷേ അങ്ങേർക്ക് പൈസ കിട്ടുന്നുണ്ട്. സോ പുള്ളി ഷോ കാണുന്നു, അതിനനുസരിച്ച് അവിടെ വന്ന് പെർഫോം ചെയ്യുന്നു, പോകുന്നു. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഞങ്ങളും ഷോ കാണുന്നു, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, നമുക്ക് അതിൽ നിന്നൊരു റവന്യൂ കിട്ടുന്നു, ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ മാത്രം, അതും കണ്ടെത്താൻ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വേറൊരു പരിപാടി എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്യാരക്ടർ അനാലിസിസ്. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾ അവസാനം കറങ്ങി ഇങ്ങനെ വരും എന്ന് പറയുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ, അത് വെച്ച് എല്ലാവരും ജഡ്ജ് ചെയ്യാൻ പോരുത്. പക്ഷേ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയും എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ട് ജീവിക്കണമെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയും നിങ്ങൾക്കിത് കാണാം. അങ്ങനെ എൻ്റർടൈൻമെൻറ്റിനോ ഇൻഫർമേഷനോ റവന്യൂക്കോ വേണ്ടി അല്ലാതെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കാണേണ്ട ഒരു പരിപാടി അല്ല ബിഗ് ബോസ്. മാത്രമല്ല ഏഷ്യാനെറ്റിനും ജിയോ ഹോട്ട്സ്റ്റാറിനും ഇത് വെറും TRP പരിപാടിയാണ്. അവർക്ക് ഇതിൽ നിന്ന് മാക്സിമം ആൾക്കാർ കാണുന്ന ഒരു ഷോ ബിൽഡ് ചെയ്തെടുക്കണം, അതിൽ നിന്ന് മാക്സിമം പരസ്യ വരുമാനം ഉണ്ടാക്കണം. ഒരു ഷോ വളരെ ഡീസൻ്റായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അതേസമയം അതിൻ്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആണും പെണ്ണും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു, ഭയങ്കര വഴക്കുണ്ടാകുന്നു, TRP കുതിക്കും. അപ്പോൾ അവരത് ഉണ്ടാക്കാനുള്ള മെയിൻ പരിപാടികളാണ് അവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ വഴക്കുകളിൽ നമ്മളെപ്പോലൊരാളെ കണ്ടിട്ട് അതിനകത്ത് കയറി ഇരിക്കുന്നതിന് പകരം പുറമേ നിന്ന് നോക്കിക്കാണുക, അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് കൺസ്യൂം ചെയ്യുക. ഞങ്ങൾക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി പറയാനുള്ളത് ഈ ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനോടാണ്. നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പണ്ട് എന്നോട് ഒരു MVD പറഞ്ഞതാണ്. ലൈസൻസ് കിട്ടിയ ഉടനെ റോഡിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഇരയും വേട്ടക്കാരനും ആവാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്. അതിൽ ഇരയാവണോ വേട്ടക്കാരനാവണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. പക്ഷേ ഇത് രണ്ടും ആവാതെ കഴിച്ചിലാവുക എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്നുള്ളത്. കാരണം റോഡിലേക്ക് ഇറങ്ങിയ ചിലപ്പോൾ ഒരു വലിയ വണ്ടി നമ്മളെ ഇടിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തന്നെ അപകടത്തിൽപ്പെടുത്തിയേക്കാം. ഇത് രണ്ടും ചെയ്യാതെ വീട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. അതുപോലെയാണ് ബിഗ് ബോസിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, ജയിക്കാൻ എന്ത് പരിപാടിയും കാണിക്കാൻ ഒരു മടിയില്ലാത്ത കുറേ കണ്ടസ്റ്റൻസും, പുറത്ത് നിങ്ങളുടെ പേര് ഏറ്റവും വഷളാക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഓൾറെഡി പഠിച്ചെല്ലാം കഴിഞ്ഞിട്ടുള്ള PR ടീം ഏത് സിറ്റുവേഷനിൽ ഏത് പുറത്തിടണം എന്ന് വരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മത്സരവേദിയിലേക്കാണ് നിങ്ങൾ ചെന്ന് കയറുന്നത്. പാട്ടിൻ്റെ റിയാലിറ്റി ഷോ ആണെങ്കിൽ പാട്ട് പാളിപ്പോയാൽ 4 കൂവലും ജഡ്ജസിൻ്റെ 2 കൗണ്ടറും കേട്ട് വീട്ടിലേക്ക് വരാം. പക്ഷേ ബിഗ് ബോസിൻ്റെ അകത്ത് പാളിപ്പോയി കഴിഞ്ഞാൽ അവിടെ വിജയിച്ചിട്ടും അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ബിഗ് ബോസിൽ ജയിച്ചിട്ട് സിനിമയിൽ രക്ഷപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഭയങ്കര രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇതൊക്കെ നാമമാത്രമായിട്ടുള്ള ആളുകളാണ്. അതേസമയം അതിനു മുമ്പ് എന്തൊക്കെയോ ആയിരുന്നിട്ടുള്ള പല ആളുകളും ബിഗ് ബോസിൽ പോയതോടുകൂടി തീർന്നിട്ടുണ്ട്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. സോ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന റിസ്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതെല്ലാം കഴിഞ്ഞും നമുക്ക് നമ്മുടെ പേരൊക്കെ ആയിട്ട്, നമ്മുടെ ആ ഒരു സൽപ്പേരുമായി തിരിച്ച് പുറത്തിറങ്ങി പോകാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ആൻഡ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളത്, ഇതിനകത്ത് ഫെയിമുണ്ട്,
കുറച്ച് പൈസയുണ്ട്, ആൾക്കാരുടെ സ്നേഹമുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്കിത് മാനിപ്പുലേറ്റ് ചെയ്ത് മുതലെടുക്കാനുള്ള ത്വര ചിലപ്പോൾ വന്നേക്കാം. അങ്ങനത്തെ ത്വരയും കൊരയുമായി നടക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഇത് കഴിയുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ആൾക്കാരെ പറ്റിക്കുന്ന, പണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന, രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കെടുത്ത് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കയറി രക്ഷപ്പെടാമെന്ന് ആലോചിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതെല്ലാം വേണം കേട്ടോ, ഇതൊക്കെ നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ ബിഗ് ബോസിനെ കണ്ടാൽ, ബിഗ് ബോസ് കൊണ്ട് മാത്രം നിങ്ങളിവിടെ എവിടെയും പോയി രക്ഷപ്പെടാൻ പോകുന്നില്ല. മനസ്സ് നന്നാവട്ടെ എന്നാണ് പറയാനുള്ളത്. പിന്നെ ഗെയിം നന്നാവട്ടെ, നന്നായിട്ട് ഗെയിം കളിക്കുക, വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാവരോടും പറയുക, നിങ്ങളുടെയൊക്കെ പേരിൽ കുൽസിത കഥകൾ പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. PR-കാരെല്ലാം ഒരു കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരാണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വന്ന് എനിക്കൊരു കുടുംബം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ പരിപാടിക്ക് കയറാൻ വേണ്ടിയിട്ട്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് പരിപാടി കാണാനിരിക്കുന്നവരോടും എന്ന് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു തോന്നിയോ, പരിപാടി പൂട്ടാം. നമ്മളും പൂട്ടും, പക്ഷേ നമ്മളും തുടങ്ങാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാലിനോട് പറയാനുള്ളത്, അദ്ദേഹമൊന്നും ഇതങ്ങനെ ഇരുന്ന് കാണുമില്ലായിരിക്കും, എന്നാലും പുള്ളിയോടും പറയാൻ തോന്നുന്നൊരു കാര്യം, ഈ സീസൺ നടക്കുമ്പോഴും ലാലേട്ട ഇതോടുകൂടി നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് മെഴുകുന്ന ഫാൻസിനെ നിങ്ങൾ കാണും. ഇതിനു മുമ്പും ലാലേട്ടൻ്റെ കരിയർ തീർക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ കണ്ടസ്റ്റൻസും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പിന്നീട് തീർന്നു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ലാലേട്ടൻ മഹാമരം നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും. ഇപ്രാവശ്യവും ലാലേട്ടന് നേരെയുള്ള അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ലാലേട്ടൻ അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നറിയാം, എന്നാലും ഞങ്ങളുടെ ലാലേട്ടനല്ലേ, അപ്പോൾ നമ്മൾ പറയണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.